ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോണത് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടന്നതിൻ്റെ ഒരു സന്തോഷം, അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ കാലത്ത് നേരത്തെ ഒരു 6 മണി 6:30 സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് പോണ കാലം തന്നെ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഞാനും നേരത്തെ എത്തി. ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയാണ്. എല്ലാവർക്കും ഒരു ഫസ്റ്റത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ആ ഒരു പേടിയും എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഹോപ്പും ഒരുപാട് ഡ്രീംസും ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു എന്താ പറയുക സ്വപ്നത്തിലാണോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഞാൻ ഇങ്ങനെ ആ ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീനെയൊക്കെ ആ ഒരു എയർപോർട്ടിൻ്റെ പുറത്ത് നിർത്തി നമ്മൾ ആ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം, എത്ര നമ്മൾ എന്താ പറയുക ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ എബ്രോഡ് പോകണമെങ്കിൽ കൂടിയിട്ട്, പിന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണ് എബ്രോഡ് പോകണമെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഫാമിലീനൊക്കെ ആ ഒരു പുറത്ത് നിർത്തിയിട്ട് നമ്മൾ ആ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് സങ്കടം ഒരിക്കലും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരെ ആ ഒരു പിരിഞ്ഞിട്ടുള്ള ഒരു പോക്ക് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. ഞാൻ വിചാരിച്ചു, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു, പിന്നെ വർക്കിനാണെങ്കിലും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരുപാട് മാറി നിന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ എബ്രോഡ് പോകുന്ന സമയത്ത് എൻ്റെ ഫാമിലിനെ പുറത്ത് നിർത്തി ഞാൻ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്ന് പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഭയങ്കര സൗണ്ടൊക്കെ എന്നെ കേൾക്കുന്ന സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹങ്ങളും നമ്മുടെ ഡ്രീംസും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തു ഗൈസ്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എബ്രോഡ് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതായത് ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എൻ്റെ കൂടെ ആൻറ്റി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞാനൊരു ഗിംബൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ഇൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളവിടെ ഗേറ്റിൻ്റെ അവിടെ പോവുകയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഒരുപാട് നാളായി, ഒരു 4-5 മാസമായി ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. ഇപ്പോൾ പോവും എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അത് കുറച്ച് ഡിലേ ആയി. അങ്ങനെ ആ ഒരു ദിവസം ഇന്നാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഇവിടെ ദുബായിലെത്തിയിട്ട് 3 ദിവസമായിട്ടേ ഉള്ളൂ. വിസിറ്റിങ്ങിനാണ് വന്നിട്ടുള്ളൂ കേട്ടോ. വിസിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങളാണ്, ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് ഞാൻ വെറും ഈ ഒരു എന്താ പറയുക എയർപോർട്ടിലെ എക്സ്പീരിയൻസും എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസും ത്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എന്താ പറയുക ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക എന്താണ് അങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആകാശത്ത് കൂടെ പോകുന്ന സമയത്ത് താഴെ വീഴുക, അതൊക്കെ ആയിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടുള്ള ജേർണി ഇപ്പോഴും ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഫസ്റ്റ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ജേർണി എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഞാൻ കുറേ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് ഞാൻ വിൻഡോ സീറ്റിൽ തന്നെ വന്നിരുന്നു. ഞങ്ങൾ 3 പേരും ഒരു ഇതിലാണ് ഇരുന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ സ്വയം തന്നെ കുറേ ധൈര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ മനസ്സിലെടുത്ത് വെച്ചിട്ട് ഞാൻ വിൻഡോ സീറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പതുക്കെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറയുക പതുക്കെ ഞാൻ പുറത്തൊക്കെ നോക്കി. അപ്പോൾ റൺവേയിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തിട്ടാണ് സംഭവം ഇങ്ങനെ പൊന്തുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, ഇപ്പോൾ പൊങ്ങും എന്നാണ് വിചാരിച്ച് നോക്കുകയാണ്. പക്ഷേ ആ ഒരു ട്രാക്കിൽ കയറി എന്നിട്ട് പതുക്കെ, അതായത് കുറേ പേര് നമ്മളോട് പറയില്ലേ, എബ്രോഡ് പോയ കുറേ ആൾക്കാർ പറയില്ലേ ഫ്ലൈറ്റ് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ എന്താ പറയുക ഫിലിമിലുള്ള പോലെ ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് വെള്ളമൊക്കെ അപ്പുറത്തിരിക്കുന്ന ആളുടെ മേത്ത് ഒഴിക്കുന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പൊതുവെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, നീ അതുപോലെ ചെയ്യും, വെട്ട സിനിമയിലെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്.
പക്ഷെ അതുപോലെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഫ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്നാലും ചെറിയ ഫ്ലൈറ്റിന് എന്താ പറയുക, അങ്ങനെ ചെറിയൊരു കുലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായി, ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനു അവിടുന്ന് വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. പ്രത്യേകം എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻസ് കറക്റ്റ് ഷൂട്ട് ചെയ്തിട്ട് വീട്ടിലോട്ട് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം. ഞാൻ കുറേ നേരമായി വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇതിപ്പോൾ പൊങ്ങും വിചാരിച്ചിരിക്കണം. പക്ഷെ കുറച്ച് ടൈം എടുത്തു. പതുക്കെ മൂവ് ചെയ്തിട്ടു എന്താ പറയുക, പതുക്കെ പൊങ്ങുള്ളൂ കേട്ടോ. പിന്നെ ഒരൊറ്റയടിക്ക് ഇങ്ങനെ പോകും, അങ്ങനെയാണ്. പക്ഷെ എനിക്കിഷ്ടമായി, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജേർണി ഇതായിരിക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളെന്താണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാവില്ല. അതുപോലെയാണ് ഇത്. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തുന്ന സമയത്തുള്ള എക്സൈറ്റ്മെൻറ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് തന്നെ കുലുക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പൊന്തുന്ന സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് എന്നുള്ള രീതിയിലിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഒന്ന് ഫ്ലൈ ചെയ്തിങ്ങനെ കറക്റ്റാണ് പോണ സമയത്ത് ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. ഞാൻ പറയുകയും ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജേർണി ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റൊക്കെ തോന്നിയില്ലേ, ആ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെൻ്റെ ഫേസ് നോക്കി നോക്ക്, എൻ്റെ എക്സ്പ്രഷൻസ് നോക്കി, അതൊക്കെ ഉള്ളിൽ നിന്ന് വന്ന സംഭവങ്ങളാണ് കേട്ടോ. ടെൻഷനായിട്ട് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഫുള്ള് ഞാൻ തന്നെ പറഞ്ഞു ടെൻഷൻ. പക്ഷേ നല്ല രസമായിരുന്നു. ആ ഒരു മൊമെൻറ്റ് പറയുമ്പോൾ നല്ല രസമായിരുന്നു. നിങ്ങൾ എന്താണ് ഒരിക്കൽ പോലും ഇതേപോലെ ഫ്ലൈറ്റിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എബ്രോഡൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം നോക്കുക. നിങ്ങളെ കൊണ്ടും പറ്റും. എബ്രോഡൊക്കെ ദുബായിക്കൊക്കെ വരാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്. റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഭയങ്കര സേഫാണ്. ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നാട്ടിലേക്കാട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ ഫ്ലൈ ചെയ്തു ഒന്ന് സെറ്റായി. ഒരു 2 മണിക്കൂറായപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ചിക്കൻ ന്യൂഡിൽസാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു അത്. ഇൻസ്റ്റൻ്റാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബിരിയാണി ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ ന്യൂഡിൽസ് ഓർഡർ ആക്കി. അവരത് സെറ്റാക്കി തന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കി കഴിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ പോണ സമയത്ത് ചെറു ചൂടിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ന്യൂഡിൽസിൻ്റെ ടേസ്റ്റ് അല്ല, നമ്മൾ ആ ഒരു ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ നിന്ന് പുറത്തോട്ട് മേഘങ്ങളൊക്കെ നോക്കി നമ്മളങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളൊരു 4:45 ആവുന്ന സമയത്ത് നമ്മൾ ഇവിടെ ദുബായ് എയർപോർട്ടിൽ ലാൻഡാക്കണ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു. അതായത് ഇത്രയും ദൂരത്തുനിന്ന് ഇത്രയും ഹൈറ്റിൽ നിന്ന് പതുക്കെ താഴ്ത്തിക്കാവുന്ന സമയത്ത് ഭയങ്കര ഒരു ഉള്ളിൽ നിന്നൊരു നമ്മുടെ ആത്മാവ് ഇറങ്ങിപ്പോണ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് മുകളിലോട്ട് പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് താഴത്ത് ലാൻഡ് ചെയ്യുമ്പോഴായിരുന്നു പേടിയുണ്ടായത്. പിന്നെ ദുബായ് എയർപോർട്ടിനെ കുറിച്ചൊന്നും പറയാനില്ല ഗൈസ്. എത്ര പോലും ഫ്ലൈറ്റാണെന്നറിയോ അവിടെ ഇങ്ങനെ ലാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എൻ്റെ നാടിനെക്കാട്ടും ഏറ്റവും ഇഷ്ടമായത് ഇവിടെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇവിടെ നല്ല രസമുണ്ട്, നമുക്ക് സെറ്റിലാവാൻ പറ്റിയ സ്ഥലമാണെന്നൊക്കെ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഗൈസ്. ഇനി ജോബ് നോക്കണം. ബാക്കിയുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയി പറയാം ഗൈസ്.